ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്യൂസ്. ആരുടെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. മൗഗ്ലി എന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാപാത്രത്തിന് രൂപം നൽകിയത് ആരാണ്? ഉത്തരം റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് മൗഗ്ലി എന്ന കഥാപാത്രത്തിന് സൃഷ്ടിച്ചത്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. ചീരയിലയിൽ അതിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഉത്തരം ആന്തോസയാനിൻ ആണ് ചീരയിലയിലെ ചുവപ്പ് നിറത്തിന് കാരണം. 2024 സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? ഉത്തരം ഡെങ്കിപ്പനിയാണ് കർണാടക സർക്കാർ മഹാമാരിയായി പ്രഖ്യാപിച്ചത്. പുലയ സമുദായത്തിലെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാൻ ആരാണ്? ഉത്തരം അയ്യങ്കാളിയാണ് പുലയ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാൻ. ലോക പരുത്തി ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 7-നാണ് ലോക പരുത്തി ദിനം. ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ നിലവിൽ ആരാണ്? ഉത്തരം പ്രേംകുമാർ ആണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം CV രാമനാണ് കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ജൈവ കൃഷിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥമാണ് ജൈവ കൃഷിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. LPGയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPGയുടെ പൂർണ്ണരൂപം. ഭൂമിക്ക് പുറമെ ഹരിതഗൃഹ പ്രഭാവമുള്ള ഏക ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രനാണ് ഭൂമിക്ക് പുറമെ ഹരിതഗൃഹ പ്രഭാവമുള്ള ഏക ഗ്രഹം. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 15-നാണ് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. തകഴി രചിച്ച തലയോട് എന്ന കഥ ഏത് സമരത്തെ ആസ്പദമാക്കിയുള്ളതാണ്? ഉത്തരം പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി രചിച്ച കഥയാണ് തലയോട്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം മധ്യപ്രദേശ് ആണ് ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ആദ്യ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഉറുഗ്വേയിൽ വെച്ചാണ് ആദ്യ ലോകകപ്പ് ഫുട്ബോൾ നടന്നത്. ദൈവത്തിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാനയാണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം പ്ലേഗ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. പട്ടാളക്കാർ ഇല്ലാത്ത ഒരേ ഒരു രാജ്യം ഏതാണ്? ഉത്തരം പെറു ആണ് പട്ടാളക്കാർ ഇല്ലാത്ത ഒരേ ഒരു രാജ്യം. തോപ്പിൽ ഭാസിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഒളിവിലെ ഓർമ്മകൾ എന്നാണ് തോപ്പിൽ ഭാസിയുടെ ആത്മകഥയുടെ പേര്. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണ്?
ഉത്തരം ഇളനീരാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക താരം. മലയാളം കലണ്ടർ പ്രകാരം ഇത് എത്രാമത്തെ വർഷമാണ്? ഉത്തരം മലയാളം കലണ്ടർ പ്രകാരം ഇത് 1200 വർഷമാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാണ്? ഉത്തരം കാനഡയാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം ക്ലോറിൻ ആണ് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം കൊഴിഞ്ഞ ഇലകൾ എന്നാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേര്. കേരളത്തിലെ ഏത് ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമുദ്രത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലം ഏതാണ്? ഉത്തരം മരിയാന ട്രെഞ്ച് ആണ് സമുദ്രത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം പ്ലാറ്റിനം ആണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം. കേരളത്തിലാകെ എത്ര നദികളുണ്ട്? ഉത്തരം കേരളത്തിലാകെ 44 നദികളാണുള്ളത്. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഉത്തരം ചെങ്കോട്ടയാണ് 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. രക്തചംക്രമണം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം വില്യം ഹാർവിയാണ് രക്തചംക്രമണം കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല. സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മൂലൂർ പത്മനാഭ പണിക്കരാണ് സരസകവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലാണ്. ഏതാണ് ജില്ല? ഉത്തരം ഗുജറാത്തിലെ കച്ച് എന്ന ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഉത്തരം തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ഹിന്ദി ദിവസ് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ്. ഈ വർഷത്തെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരമാണ് ഈ വർഷത്തെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി. നാളെ അക്ഷരമുറ്റം ക്വിസിന്റെ ജില്ലാ തലത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.